നിലമ്പൂർ ഇലക്ഷന് ശേഷം നടന്ന CPM-ന്റെ സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദനെതിരെ, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനെതിരെ കടുത്ത വിമർശനം ഉണ്ടായെന്ന് ഒരു കിംവദന്തി കേട്ടിരുന്നു. അതായത് അദ്ദേഹം CPM RSS ബന്ധം അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹം മറുത്തൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ എന്തായാലും അതിന് കൃത്യമായ തെളിവുകൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് രൂക്ഷ വിമർശനം നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതായത് നമ്മൾ അറിയാൻ കഴിയുന്നത്, ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പോൾ കോൺഗ്രസും CPM-ഉം അവരുടേതായ വിമർശനങ്ങൾ നടത്താറുണ്ട്. വിമർശനം എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ MV ഗോവിന്ദന് എതിരെ പാർട്ടിക്കകത്ത് ഇത്തരത്തിൽ RSS, അതായത് മലയാളത്തിലെ ഒരു പ്രമുഖ വിഷ്വൽ മീഡിയ അദ്ദേഹവുമായി നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു, ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അഭിമുഖത്തിൽ അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന CPM-ന് ഇവർക്ക് RSS-ഉമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ അഭിമുഖം ചെയ്യുന്ന ആൾ തന്നെ ചോദിച്ചു, അത് നിങ്ങളിങ്ങനെ പറയുന്നത് തെറ്റല്ലേ? അല്ല, അത് നടന്ന സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. അത് ഇലക്ഷനെ ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ സമിതിക്കകത്ത് MV ഗോവിന്ദനെ പോലെ ഒരു പാർട്ടി സെക്രട്ടറി അത് പറഞ്ഞത് തെറ്റാണ് എന്ന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിമർശനം ഉണ്ടായപ്പോഴത്തേക്ക് ആ വിമർശനം വാർത്തകളിൽ വന്നു. കാര്യം വെച്ചാൽ പഴയതുപോലെ അല്ല. ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ, നേരത്തെ നമ്മളൊക്കെ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ്സിലാണെങ്കിൽ സോഴ്സ് വളരെ എളുപ്പം നമുക്ക് കിട്ടും. പക്ഷേ CPM-ൽ സോഴ്സ് കിട്ടാൻ വളരെ പാടാണ്. CPM-നകത്ത് എന്ത് നടന്നു, എന്ത് കമൻറ്റ് നടന്നാലും അതിന് കിട്ടാൻ പാടാണ്. പക്ഷേ ഇപ്പോൾ കിട്ടാറുണ്ട്, ഇപ്പോൾ പല റിപ്പോർട്ടർമാർക്കും കിട്ടാറുണ്ട്. അങ്ങനെ അവർ വാർത്ത അടിച്ചു, ഗോവിന്ദനെതിരെ വിമർശനം ഉണ്ടായി. സത്യത്തിൽ അദ്ദേഹം അങ്ങനെ വിമർശനം ഉണ്ടായി എന്ന് വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തിന് ആകെ ഇതായി. അതങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അതൊക്കെ വെറുതെയാണ് പറഞ്ഞത്, അത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മുഖ്യധാര മാധ്യമങ്ങൾ എനിക്കെതിരെ അങ്ങനെ വന്നാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ശരി, ആവട്ടെ. ഇന്നിപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, അദ്ദേഹത്തിന് എതിരെ കണ്ണൂരിൽ നിന്ന് P ജയരാജനാണ് വിമർശിച്ചിരിക്കുന്നത്. P ജയരാജൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു പ്രത്യേക കാര്യം എടുത്ത് പറയേണ്ടി വരും. P ജയരാജനെ RSS-കാർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ ദിവസം അദ്ദേഹത്തിനെ ആക്രമിച്ച് അദ്ദേഹത്തിന് 3 വിരൽ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ RSS-കാർ കാരണം തൻ്റെ ലൈഫിൽ, തൻ്റെ ശരീരത്തിന് അംഗവൈകല്യം വന്നതിൻ്റെ വേദന അദ്ദേഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള P ജയരാജനെ, പാർട്ടിക്കകത്ത് ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇരിക്കുന്ന P ജയരാജൻ ഇരിക്കവേ കണ്ണൂരുള്ള ഒരു സഖാവ് ഇത്തരത്തിൽ, അതും പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത് തെറ്റാണെന്ന് P ജയരാജൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം മറ്റൊന്നു കൂടെ ചേർത്തു. P ജയരാജൻ പറഞ്ഞ ഈ കാര്യം നമുക്ക് ഒന്നുകൂടെ അതിൽ കൂടെ ചേർക്കാം. എന്തിന് MR അജിത് കുമാറിനെ ഇങ്ങനെ ഈ സർക്കാർ കൂടെ നിർത്തുന്നു? എന്തിന് MR അജിത് കുമാറിനെ ഇങ്ങനെ സർക്കാർ കൂടെ നിർത്തുന്നത്? എന്ത് ബന്ധമാണ് MR അജിത് കുമാറിനെ ഇങ്ങനെ എന്ത് കാര്യത്തിനാണ് കൂടെ നിർത്തുന്നത്? RSS നേതാവിനെ കാണാൻ പോയ MR അജിത് കുമാർ സർക്കാരിൻ്റെ ആര്, അതിൽ മേൽ എന്തിന് എന്ന് പറയുകയും ചെയ്തു പിണറായി വിജയന് എതിരെ. ഇതിൽ നമുക്ക് ഒരു വ്യക്തമായ രാഷ്ട്രീയം നമുക്കിതിൽ പറയേണ്ടി വരും. P ജയരാജൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ പറയുന്ന പാർട്ടിയിൽ അംഗത്വമുള്ള ഒരാൾ കുറച്ച് ദിവസം പാർട്ടിയുമായി അടുക്കുന്നില്ല, പാർട്ടിയുമായി വിട്ടു നിൽക്കുകയാണെങ്കിൽ എടുത്ത വായിലെ ഈ പാർട്ടി അംഗങ്ങൾ ചോദിക്കും, നീ എന്താണ് RSS-ൽ ചേർന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ മറുപടി പറയുന്ന പാർട്ടി അംഗത്വം പാർട്ടി മനസ്സിലുള്ള ഒരാളാണെങ്കിൽ തിരിച്ച് ചാണകത്തിൽ ചവിട്ടിയതുപോലെ അവൻ മാറി എന്ന് പറയും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം RSS-ൽ പോകില്ലടാ എന്ന് യഥാർത്ഥ പാർട്ടിക്കാരൻ പറയും. അവിടെയാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ RSS-നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി RSS-ഉമായി ബാന്ധവത്തിലായി എന്ന് പറയുമ്പോൾ കാലങ്ങളോളം അതിൻ്റെ പഴി ഈ പാർട്ടി കേൾക്കേണ്ടി വരുമെന്ന് P ജയരാജൻ. അല്ല, അതൊരു ടങ് സ്ലിപ്പാണെന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിലും ടങ് സ്ലിപ്പ് അല്ല, അത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, കാരണം മുമ്പ് ഗോവിന്ദന്റെ നാവിൽ നിന്ന് ഇതുപോലെ, ഗോവിന്ദൻ മാഷിന്റെ നാവിൽ നിന്ന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീട് അതിനെ ന്യായീകരിച്ചത് ഇതൊക്കെ സത്യമല്ലേ, സത്യം പുറത്തു പറഞ്ഞാൽ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഇത് അല്ല, അതിനകത്ത് ഒരു കാര്യം അറിയൂ, ചില സത്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല. അപ്രിയ സത്യങ്ങൾ എന്നല്ല നമ്മൾ ചില സത്യങ്ങൾ പറയാൻ പാടില്ല. ചില സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട സമയമുണ്ട്. പറയേണ്ട സമയമാണെങ്കിൽ അതൊരു കമ്മിറ്റി, രഹസ്യമായിട്ടൊക്കെ പറയേണ്ട ചില കമ്മിറ്റികളുണ്ട്. ഇപ്പൊ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യമായിട്ടുള്ള നീക്കങ്ങളുള്ള ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനെ പോലെ ഇങ്ങനെ അടച്ചിടാത്തൊരു വാതായനം ഇങ്ങനെ തുറന്ന് മലത്തിയിട്ടിരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അത് ജനാധിപത്യമായിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, അതുകൊണ്ടാണ് അങ്ങനെ തുറന്നു മലർത്തി. ജനാധിപത്യം പക്ഷെ വേറൊരു കാര്യമുണ്ട്, പലപ്പോഴും വിനയായിട്ടുണ്ട്.
ഇവിടെ നിങ്ങൾ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട് നമ്മുടെ ഈ ഫ്ലോറിൽ. ശശി തരൂരും പാർട്ടിയുടെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ നിങ്ങൾ തന്നെ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ. അതെല്ലാം ഇവിടെ നമ്മളെ പ്രേക്ഷകർക്ക് അറിയാം. അല്ല, ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനം CPM-ൽ ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ജനാധിപത്യം ഞാൻ പറയട്ടെ, കെ സുധാകരൻ, വിഷയം മാറിപ്പോകുന്നില്ല എന്നാലും കുറച്ചൊന്നും പറയാതെ പോകാൻ കഴിയില്ല. കെ സുധാകരൻ എന്ന കണ്ണൂരത്തെ പാർട്ടിയുടെ നേതാവ്, കോൺഗ്രസിന്റെ, അദ്ദേഹം സെമി കേഡർ ഉണ്ടാക്കാൻ നോക്കിയ ആളാണ്. എന്നിട്ട് എന്താ ഈ പാർട്ടിയിൽ ഒന്നും ആയില്ലല്ലോ. അവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ച് കേഡറിസം എന്ന് പറയുന്നത് പോയത് കൊണ്ടാണ് ഈ പാർട്ടി ഇന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നിരിക്കുന്നത്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരിക്കലും അത് പറയാൻ പാടില്ല. RSS-ഉമായി ബാന്ധവം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ RSS-ഉമായിട്ടുള്ള ബാന്ധവത്തിന്റെ കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. അത് നമ്മൾ പറയാതെ പറയേണ്ടതായിരുന്നു. ഉണ്ടായിരുന്നു, ബാന്ധവം ഉണ്ടായിരുന്നു, അതില്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച പോലെ, ഒരു യഥാർത്ഥ പാർട്ടിക്കാരൻ കുറച്ച് നാൾ പാർട്ടിയുമായി ബന്ധമില്ലാതിരിക്കുമ്പോൾ ചോദിക്കും, നീ എവിടെയാണ് RSS പോയി ജോയിൻ ചെയ്താ എന്ന് ചോദിക്കുമ്പോൾ അവൻ ചാണകത്തിൽ ചവിട്ടിയതുപോലെ അവൻ പറയും, ഞാൻ ചത്ത RSS പോകില്ല എന്ന് പറയും. അങ്ങനെയാണ് RSS-നോട് CPM-കാർക്കുള്ള വിരോധം. ആ സ്ഥാനത്താണ് ഈ പറയുന്ന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൈക്ക് കണ്ടാൽ എന്തും വിളിച്ച് പറയരുതെന്നും പിണറായി വിജയൻ മറ്റൊരു സംസ്ഥാന സമിതിയുടെ മറ്റൊരു യോഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. CPM-നകത്ത് കണ്ണൂർ ഘടകത്തിൽ പിണറായി വിജയനെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയർന്നിരിക്കുന്നു. ഇതേപോലെയാണ് ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ MV ജയരാജൻ ദത്താത്രേയോ പിന്നെ അവരുടെ RSS-ന്റെ നേതാവിനെ കാണാൻ പോയത്, ദത്താത്രേയെ കാണാൻ പോയത്. എന്തായി വിമർശനം? അതെന്ത് പറഞ്ഞു? അപ്പം CPM-കാരെ സംബന്ധിച്ച് CPM-മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ MR അജിത് കുമാറിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? MR അജിത് കുമാർ RSS-കാരനാണ്, ഒരു പക്ക RSS-കാരനാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന RSS-നെ എന്തിന് ഇങ്ങനെ സംരക്ഷിക്കുന്നു? അതും അദ്ദേഹത്തിന് അംഗവൈകല്യം വന്നിരിക്കുന്നതാണ്. വേറെയും പി ജയരാജന് അമർഷമുണ്ട്. എന്നറിയോ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാകേണ്ട ആളാണ് പി ജയരാജൻ. അദ്ദേഹത്തിന് ഇതുവരെ CC-യിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല, സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമാകേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഇതുവരെ സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വയസ്സിൻ്റെ കാലയളവ് കഴിയുകയാണ്. അദ്ദേഹത്തിന് 75 ആകാൻ പോകുന്നു. 75ആണ് പാർട്ടിയിലെ പ്രായപരിധി വരുന്നത്. അതോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആ പ്രവർത്തനം അവസാനിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിലൊക്കെ വലിയ നൊമ്പരമുണ്ട്. കാര്യം ഒരു പാർട്ടി, പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം, ഈ പറയുന്ന പാർട്ടിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ചാവേറായ ആളാണ്. ഞാനൊരു ഉദാഹരണം പറയാം, ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നമ്മുടെ ചെമ്മണ്ണൂരിൻ്റെ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂര് മറഡോണയെ കണ്ണൂർ കൊണ്ടുവന്നിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ബോബി ചെമ്മണ്ണൂര് മറഡോണയാണ് അദ്ദേഹത്തിൻ്റെ ചെമ്മണ്ണൂരിൻ്റെ ബ്രാൻഡ്. അത് അന്ന് ഞാനൊരു സാറ്റലൈറ്റ് ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഞങ്ങളെല്ലാം കൊണ്ടുപോയി കാണാനായിട്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ അബ്ദുൾ സമദാനിയൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് കൂവി നാറ്റി ബേളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴൊരു മറഡോണ ആകാംക്ഷ നിൽക്കുക. അപ്പോഴൊരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആര് വരുന്നു? പി ജയരാജൻ. സഖാവ് പി ജയരാജൻ വരുന്നു എന്ന് ആൾക്കാർ മർമർ ചെയ്യുക. കണ്ണൂര് ജയരാജൻ അന്ന് കത്തി നിൽക്കുന്ന സമയം. ജയരാജൻ വന്ന് നിന്നങ്ങോട്ട് സംസാരിക്കുക. ജയരാജൻ്റെ ആ വോയിസും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ സൈലൻസ് ആണ്. ജയരാജൻ വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ. അത്ര പ്രൗഡായിരുന്നു. ജയരാജൻ ഇന്നും ആൾക്കാരുണ്ട് അവിടെ. ഭയങ്കര അഭിമാനത്തോട് പറയുന്ന ഒരു സഖാവാണ്. അത് ഇന്നും ഒരു സാധാരണക്കാരനായിട്ടാണ് ജീവിക്കുന്നത്. ഒരു തരത്തിലുള്ള ജനങ്ങളുടെ ഭയവും കൂടെയല്ലേ? ഒരിക്കലുമല്ല. അദ്ദേഹം ഇല്ല, അല്ല, ഭയമൊന്നുമല്ല. അത് ആവേശവും മറ്റൊന്നുമല്ല, ഭയമൊന്നുമല്ല. അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും ചിലപ്പോൾ ഭയവും കൂടെ ഉണ്ടാവുമായിരിക്കും. കാര്യം അന്ന് അദ്ദേഹം ഇവർക്കൊക്കെ വേണ്ടി ചാവേറായിട്ട് നടക്കുന്ന ആളാണ്. പക്ഷേ എങ്കിലും ഞാനിപ്പോഴും നിങ്ങളോട് തുറന്നു പറയാം, ജില്ലയ്ക്കപ്പുറത്തും കണ്ണൂർ ജില്ലയിലും പി ജയരാജൻ ഇന്നും കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. പി ജയരാജനെ ഖാദി ബോർഡ് ചെയർമാനാണ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ഖാദി ബോർഡ് ചെയർമാനാണ്. എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. ഈ അകത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജയരാജൻ ഈ ചൂണ്ടിക്കാട്ടിയത്, MV ഗോവിന്ദൻ ഈ കാണിച്ചത് തെറ്റ് തന്നെയാണ്. തനിക്ക് വന്ന അംഗവൈകല്യം, തനിക്ക് നഷ്ടപ്പെട്ട വിരൽ ആരെനിക്ക് തിരിച്ചു തരും? RSSകാരാണ് എന്നെ ഈ രീതിയിലാക്കിയത്. അത് നിങ്ങൾ പാർട്ടി മറന്നു പോകരുത്. ഒരു തിരുവോണ നാളിലാണ് അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടപ്പെടുന്നത്. അങ്ങനെ അത് പാർട്ടി മറന്നു പോകുമ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി RSSുമായി അടുക്കുന്നു എന്ന് കണ്ണൂരുള്ള പല സഖാക്കളും ഞങ്ങളുടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാണ്ഡ്യാല ഷാജി എന്ന് പറഞ്ഞ് CPM പുറത്താക്കിയൊരു നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയന് സ്വന്തം നാട്ടിൽ പോലും ഒരു ആൾക്കാർ അദ്ദേഹത്തിന് കൂടെ ഇല്ല. അത് നിങ്ങൾക്കറിയുമെന്ന് എൻ്റെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ ചെന്നിറങ്ങിയാൽ അദ്ദേഹത്തിന് ആളില്ല. അവിടെ ആ സ്ഥാനത്ത് ഇത് ആർക്ക് വേണ്ടിയാണ് പിണറായി വിജയനൊക്കെ ഇപ്പോൾ RSSന് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്ന RSSനെ ഒരു ആഭിമുഖ്യം, RSSുമായുള്ള ആഭിമുഖ്യം എന്തിന് എന്ന ചോദ്യമാണ് ഇതിലൂടെ പി ജയരാജൻ MV ഗോവിന്ദനോടും പിണറായി വിജയനോടും ചോദിക്കുന്നത്.